നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സർ. CPM നേതാവ് KJ ഷൈനെതിരെ ലൈംഗിക അപവാദം പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് രണ്ടാമതും KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. ചെങ്ങമനാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ ഒരു വല്ലാത്തൊരു കോടതി പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. ചെങ്ങമനാട് പോലീസിന് ആരാണ് ഇത്തരത്തിലുള്ള അധികാരം നൽകിയത്? എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം അതിവേഗം വന്ന് ഇത്തരത്തിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുന്നുണ്ട്. അതിൽ ലൈംഗിക ചുവയുള്ള ഭാഷ എന്താണ് ഉപയോഗിച്ചതെന്ന്. ഒരുപക്ഷെ ഇത് നീതിന്യായ വകുപ്പിന് ഒരു വല്ലാത്ത സല്യൂട്ട് കൊടുക്കേണ്ടുന്ന ഒരു വിധി തന്നെയല്ലേ? തീർച്ചയായിട്ടും കോടതിയുടെ ഓരോ ചോദ്യവും പോലീസിൻ്റെ നെഞ്ചിൽ കൊണ്ട് തറയ്ക്കണം. കാരണം അത്ര ശക്തമായ ചോദ്യങ്ങളാണ് കോടതി പോലീസിനോട് ചോദിച്ചത്. ഇത് കേരളത്തിൻ്റെ ധാർമ്മികതയ്ക്ക് നേരെയുള്ളൊരു ചോദ്യമാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയപരമായി വിമർശനങ്ങൾ ഉയർത്തുന്ന ഭരണകൂട വിമർശകരെ വേട്ടയാടാൻ പലതര തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് CPM അഥവാ ഇപ്പോൾ ഭരിക്കുന്ന ഈ ഇടതുപക്ഷം. അതിൽ രാഷ്ട്രീയ പകപോക്കൽ ഏറെയുള്ളൊരു പാർട്ടിയാണ് CPM. അതിൽ തന്നെ ഏറെ പേരുദോഷം കേട്ടിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. ഒന്ന്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് KM ഷാജഹാൻ. പിണറായി വിജയൻ്റെ ഓഫീസ് നിയന്ത്രിക്കുന്ന P ശശി അടക്കമുള്ളവർക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ പലപ്പോഴും തൊടുത്തുവിടാറുണ്ട് ഷാജഹാൻ. KM ഷാജഹാനെ സംബന്ധിച്ച് പഴയ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചരിത്രങ്ങളൊക്കെ നല്ല പരിചിതമാണ്. CPM-നുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ അവിടെ തന്നെ ഉപജാപക വൃന്ദമുണ്ട്, ചാരന്മാരുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങളും തെളിവുകളുമൊക്കെ ഷാജഹാൻ്റെ കൈക്കുള്ളിലെത്തും. ഇവിടെ ഷാജഹാൻ തുടർച്ചയായി വിവാദങ്ങൾ ഉയർത്തുന്ന നിരവധി ആരോപണങ്ങൾ ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ ഷാജഹാനെ അവസരം കിട്ടുമ്പോൾ ഒന്ന് വീഴ്ത്തണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു ഭരണകൂടം. പക്ഷെ അവർ അതിനായി തിരഞ്ഞെടുത്ത ആ ഒരു കോസ് ഒട്ടും ഭദ്രമായിരുന്നില്ല. ഷാജഹാൻ വാസ്തവത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ലൈംഗിക അധിക്ഷേപങ്ങളൊന്നും തൻ്റെ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടില്ല. അത് നമുക്കൊക്കെ വ്യക്തമായ കാര്യമാണ്. ഇത് ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു കള്ളക്കേസാണെന്ന്. കാരണം ആദ്യ വീഡിയോയിൽ ആരുടെയും പേര് അദ്ദേഹം പരാമർശിക്കുന്നില്ല. ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. രണ്ടാമത് KJ ഷൈൻ എന്ന പരാതിക്കാരിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വീഡിയോ അദ്ദേഹം പങ്കുവച്ചു. അതിൽ CPM-ലെ ഉന്നതർ നടത്തിയ നിരവധി പെൺവേട്ടകൾ അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. പഴയ UDF മന്ത്രിസഭയെ നയിച്ച ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ അധിക്ഷേപിച്ച ലൈംഗിക ആരോപണങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് KJ ഷൈൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ തുടർച്ചയാണ്, ഒരു പത്ര പ്രസ്താവനയുടെ തുടർച്ചയാണ്. അതിനുള്ള മറുപടിയാണ്, ഒപ്പം ചോദ്യങ്ങളുമാണ്. ജനാധിപത്യ ക്രമത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ഉണ്ട്. ഇതൊരു ആശയ പ്രകടനമാണ്. KM ഷാജഹാൻ നടത്തിയതും ഒരാശയ പ്രകടനമാണ്. അത് ഇന്നലെ കോടതി അടിവരയിട്ടു. പക്ഷേ നമ്മൾ ഭയപ്പെടുന്ന ചില നീക്കങ്ങളല്ലേ ഇവിടെ നടന്നത്. ഇപ്പോൾ KM ഷാജഹാൻ തനിക്കെതിരെ കള്ളക്കേസെടുത്ത, തന്നെ പീഡിപ്പിച്ച പോലീസ് ഉന്നതർക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഷാജഹാൻ നടത്തിയില്ലെങ്കിലും അദ്ദേഹം ഇന്നലെ സുപ്രീം കോടതി തലത്തിലുള്ള ചില ഉന്നത അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തി എന്നതിൻ്റെ വിവരം നമ്മുടെ മുന്നിലുണ്ട്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ ആ രാഷ്ട്രീയ ഉന്നതരെ, പോലീസിലെ ഉന്നതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ശഠിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്ത് രാത്രി അദ്ദേഹത്തെ തൂക്കിയെടുത്ത് കൊച്ചിയിലേക്ക് പോലീസ് സംഘം പുറപ്പെടുന്നതിൻ്റെ അതേ പകൽ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. കൊച്ചിയിൽ ഒരു അടിയന്തര അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേർന്നിരുന്നു, ഷാജഹാനെ എങ്ങനെ പെട്ടെന്ന് തന്നെ കുരുക്കണമെന്നത് ആലോചിക്കാൻ. ഈ യോഗത്തിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു IPS ഉദ്യോഗസ്ഥൻ ഓൺലൈനായി പങ്കെടുത്തിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഈ IPS ഉദ്യോഗസ്ഥനാണ് ചില നിർദ്ദേശങ്ങൾ നൽകിയത്. KM ഷാജഹാനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് രാഷ്ട്രീയ തീരുമാനം. അപ്പോൾ അതിനുവേണ്ട സ്കെച്ച് ഇടുകയായിരുന്നു. പിന്നീട് KJ ഷൈൻ നൽകിയ പരാതി, രണ്ടാം പരാതിയെ തുടർന്ന് KJ ഷൈൻ്റെ പേരിൽ KM ഷാജഹാനെ വീഴ്ത്താനുള്ള ഒരു സ്കെച്ച് കൃത്യമായി പോലീസ് ആവിഷ്കരിച്ച് നടപ്പാക്കി. പരാതിക്കാരി KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. വളരെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ ഷാജഹാനെതിരെ നടത്തുന്നു.
പരാതിക്കാരിക്ക് ഇതൊക്കെ ആവാം. പക്ഷേ ഷാജഹാൻ ചോദിച്ച ചോദ്യങ്ങളുടെ പേരിലാണ് KM ഷാജഹാനെതിരെ കേസെടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ത്വരിത നീക്കങ്ങളുണ്ട് പോലീസിൻ്റെ. ചെങ്ങമനാട് SIയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്തെത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് നടത്തിയ ഈ കിരാത വേട്ടയുടെ വിശദാംശങ്ങൾ കോടതി ഇടപെടലിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ, കോടതി ചോദിച്ച ശ്രദ്ധേയമായ ചില ചോദ്യമുണ്ട്. 67A എന്നൊരു വകുപ്പ്, ഇത് IT ആക്ടിലെ ഏറ്റവും മാരകമായ ഒരു വകുപ്പാണ്. ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനായി അശ്ലീല ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക, ലൈംഗികപരമായി അശ്ലീലതയുള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു വ്യക്തിയെ വർണ്ണിക്കുക തുടങ്ങിയ മാരകമായ കുറ്റകൃത്യങ്ങൾക്കാണ് ഈ 67 വകുപ്പുകൾ ഇടുന്നത്. ഈ വകുപ്പ് KM ഷാജഹാനെതിരെ ചുമത്തിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കള്ളക്കേസ് എന്ന സംശയം. ഇതിനെ തുടർന്ന് കോടതിയുടെ ഇടപെടൽ നടക്കുമ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ എവിടെയാണ് ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങൾ, എവിടെയാണ് അശ്ലീലത? KM ഷാജഹാൻ നടത്തിയ അശ്ലീല പരാമർശങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലില്ല. അപ്പോൾ അവിടെ ബബ്ബ അടിക്കുന്ന സർക്കാർ അഭിഭാഷകനെ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, KM ഷാജഹാനെ കൊടുക്കാൻ ഏറ്റവും മാരകമായ ഒരു വകുപ്പിട്ട് കള്ളക്കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ രായ്ക്കരാമാനം വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ പാരലായി നമ്മൾ കണ്ടത് എന്താണ്? KM ഷാജഹാൻ്റെ 20 വയസ്സുള്ള ഒരു മകനെ തൊട്ടടുത്ത ദിവസം രാവിലെ വന്ന് പോലീസ് ഭയപ്പെടുത്തുന്നു, അവനെ ചോദ്യം ചെയ്യുന്നു, അവൻ പഠിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടു പോകുന്നു. അപ്പോൾ ആ കുടുംബത്തെ അതിശക്തമായ സമ്മർദ്ദത്തിലാഴ്ത്തി KM ഷാജഹാനെ ഭയപ്പെടുത്താനുള്ള നീക്കമാണ് ഭരണതലത്തിൽ അരങ്ങേറിയ ഈ ഗൂഢാലോചനയുടെ മറുവശം. അതിന് പോലീസ് നിന്നുകൊടുത്തു. പോലീസ് പൊതുവെ നീതിബോധമുള്ള ചില ഉദ്യോഗസ്ഥർ ഈ സംവിധാനത്തിലുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ മാറി നിന്നപ്പോൾ ആരുടെയോ താല്പര്യത്തിന് വഴങ്ങി ഈ പോലീസ് സേനയിലെ ഒരു സംഘം ആളുകളാവാം ഇത്തരം കിരാത നടപടികളിലേക്ക് കടന്നു. അതൊക്കെ ഇന്നലെ കോടതി എടുത്തിട്ട് അലക്കി വെളുപ്പിച്ചു. ഇതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഓരോരുത്തർക്കും ഇത് കൃത്യമായൊരു മുന്നറിയിപ്പാണ്. നമ്മളെപ്പോലെ സമൂഹ മാധ്യമങ്ങളിൽ പത്രപ്രവർത്തന രീതി തുടരുന്ന എല്ലാ ഓൺലൈൻ ജേർണലിസം നടത്തുന്ന എല്ലാവർക്കുമുള്ളൊരു മുന്നറിയിപ്പാണ്. ഒരു വ്യക്തിവിരോധമുണ്ടായാൽ കള്ളക്കേസിൽ കുടുക്കി അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ഒരു ശ്രമങ്ങൾ കാലാകാലങ്ങളായി ഇവിടെ തുടരുന്നു. പലപ്പോഴും നമ്മൾ മറ്റു പല ചാനലുകളിലെ പത്രപ്രവർത്തകരുടെയും കാര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ കണ്ടതാണ്. അവിടെയൊക്കെ ജനം ഇന്ന് വിഡ്ഢികളല്ല. അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇത് കള്ളക്കേസാണോ, ഈ വകുപ്പ് ഇവിടെ നിലനിൽക്കുമോ. കാരണം ഏത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും ഇട്ടിരിക്കുന്ന വകുപ്പ് എന്തിനുള്ളതാണ് എന്നവിടെ വ്യക്തമാണ്. അപ്പോൾ ഇല്ലാത്തൊരു വകുപ്പ് ചുമത്തിയാൽ അത് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയും. പ്രത്യേകിച്ച് KM ഷാജഹാൻ്റെ 2ാം വീഡിയോ ജനങ്ങളൊക്കെ കണ്ടതാണ്. അതിലവിടെ തെറ്റ് എന്ന ആളുകൾ പരസ്പരം ചോദിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ കടന്നുപോയത്. ഇന്നലെയും മിനിങ്ങാന്നും ആളുകൾ പരസ്പരം ചോദിക്കുന്നത് KM ഷാജഹാൻ്റെ 2ാം വീഡിയോയിൽ എവിടെയാണ് തെറ്റ്. ഇതിൽ നിയമപരമായ ഒട്ടനവധി പ്രതിസന്ധികളാണ് ഇനി പോലീസ് നേരിടാൻ പോകുന്നത്. അതിലൊന്ന്, KM ഷാജഹാനെതിരെ ആദ്യം ഒരു പരാതിക്കാരി കൊടുക്കുന്നു. ഇതിനെ തുടർന്ന് KM ഷാജഹാനെ ചോദ്യം ചെയ്യാനായി പോലീസ് കൊച്ചിയിലേക്ക് വിളിപ്പിക്കുന്നതിൻ്റെ തലേന്ന് ഷാജഹാൻ്റെ വീട് റെയ്ഡ് ചെയ്ത് ഒരു ഐഫോണൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുപോയി. ഏകദേശം 4 മണിക്കൂറോളം ആ റെയ്ഡ് അവിടെ തുടർന്നിരുന്നു. അന്ന് വേണമെങ്കിൽ KM ഷാജഹാൻ്റെ മകനിൽ നിന്ന് മൊഴിയെടുക്കാമായിരുന്നു. അപ്പോൾ അവർ ചെയ്തില്ല. തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം ഒരു പിടികിട്ടാപ്പുള്ളിയൊന്നുമല്ല. പോലീസ് ചോദ്യം ചെയ്യലിനായി ഒരു നോട്ടീസ് കൈമാറി താൻ കൊച്ചിയിൽ വരാമെന്നേറ്റു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയ ഷാജഹാനെ സുരക്ഷിതമായി പോലീസ് സംവിധാനം കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. 4 മണിക്കൂറോളം നീണ്ടുന്നു. അതൊക്കെ എൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞു കഴിഞ്ഞു. തിരികെ തിരുവനന്തപുരത്തേക്ക് വന്നു. തൊട്ടടുത്ത ദിവസം ആദ്യ ദിവസം വിട്ടയച്ചതിൻ്റെ ജാള്യത പാർട്ടിക്കുണ്ടായി. പാർട്ടി പ്രവർത്തകരുടെ വിമർശനങ്ങൾ, അന്നവിടെ പാർട്ടി പ്രവർത്തകർ KM ഷാജഹാന് നേരെ ആക്രോശം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. തൊട്ടടുത്ത ദിവസമാണ് 2ാം പരാതി. ഈ പരാതി FIR രജിസ്റ്റർ ചെയ്ത് 3 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ട് ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് പൂട്ടി നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് കോടതി ചോദ്യം ചെയ്തത്. അപ്പോൾ വളരെ ആസൂത്രിത നീക്കം അവിടെ നടന്നുവെന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലായി. അതുകൊണ്ടാണ് ജാമ്യം കൃത്യമായി കൊടുത്തത്. ഇവിടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഇതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം ഈ ധൃതി പിടിച്ചുള്ള ഈ നടപടി മാത്രമല്ല, നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചിട്ടില്ല.
രണ്ടാമത് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നു. ഈ വിവര നോട്ടീസ് പ്രകാരം പ്രതിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. ഇതൊക്കെ പാലിച്ചു വേണം പോലീസ് ഇത്തരമൊരു അറസ്റ്റ് രേഖപ്പെടുത്താൻ. ഇവിടെ പോലീസ് അതിന് കോടതിയിൽ പറയുന്ന ഒരു ന്യായം, അദ്ദേഹം ഒരു ഹബിച്വൽ ഒഫൻഡറാണെന്ന്, എന്ന് പറഞ്ഞാൽ തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ KM ഷാജഹാന്റെ പേരിൽ മറ്റ് കേസുകളൊന്നുമില്ല. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ച 12,000 വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്നും ഇതുവരെ കേസിന്റെ പരിധിയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായി ഒരു വ്യക്തി ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു, വീണ്ടും കേസ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഹബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നു. രായ്ക്ക് രാമാന് വീട്ടിൽ കയറി അറസ്റ്റ്. ഇതുപോലൊരു നടപടി അടുത്ത കാലത്തൊന്നും കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത്ര വലിയ കലി KM ഷാജഹാനോട് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണുള്ളത്? അതോ ഇത് രാഷ്ട്രീയ തലത്തിൽ അരങ്ങേറിയ കൃത്യമായൊരു പകപോക്കലാണോ? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അദ്ദേഹം പലർക്കുമെതിരെ, പല പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇദ്ദേഹം കേസ് കൊടുത്ത് വ്യവഹാരങ്ങൾ തുടരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അടങ്ങാത്ത പകയുണ്ടാകാം. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഇവരൊക്കെ കൂടി ഒത്തുകൂടി അദ്ദേഹത്തെ ആക്രമിച്ചങ്ങ് ഇല്ലാതാക്കാം എന്നൊരു പക്ഷേ കരുതിയിട്ടുണ്ടാകാം. എന്തായാലും KM ഷാജഹാൻ ഇന്നലെ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കുള്ളൊരു അംഗീകാരമാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടിനുള്ള അംഗീകാരമാണ്. അത് കൃത്യമായി ഇന്നലെ കോടതിക്ക് ബോധ്യപ്പെട്ടു. അത്തരമൊരു സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ, ഈ കള്ളക്കേസിൻ്റെ പേരിൽ, ജാമ്യമില്ല വകുപ്പുകളുടെ പേരിൽ അദ്ദേഹം അകത്തു പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പാളിച്ച തന്നെയായിരുന്നേനെ. നിരവധി തവണ ഇപ്പോൾ ഷാജഹാൻ തന്നെ പറയുന്നു, ഞാൻ കോടതിയെയും നിയമവ്യവസ്ഥയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എനിക്ക് കിട്ടിയ നീതി വിമർശിക്കാനല്ല, എനിക്ക് ശരിക്കും അതിനെ ഞാൻ പിന്തുണയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു നീതി ന്യായ വകുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. സാർ പറഞ്ഞതുപോലെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വീണ്ടും ഒന്നുകൂടി ആണിക്കൽ അടിച്ചുറപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു പക്ഷേ പോരാട്ടം തുടരും, സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹം പോരാടും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഉരുത്തിരിയുന്ന ഒരു വിഷയമുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പിണറായിസത്തിൻ്റെ പല തേരോട്ടങ്ങൾ, പല മേഖലകളിലുള്ള പലരെയും വായടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി വാതോരാതെ പ്രസ്താവിച്ചവർ ഒരു പക്ഷേ നമ്മളുടെ ഓരോ ആശയങ്ങൾക്കും ഉള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ എത്ര ആൾക്കാരുടെ വായടയ്ക്കാൻ ഇവർക്ക് സാധിക്കും? അല്ല, ഒരു വായ അടഞ്ഞാൽ മറ്റ് പല വാകൾ തുറക്കപ്പെടും. അതാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ KM ഷാജഹാൻ തീർച്ചയായും നമ്മുടെ പൊതുസമൂഹത്തിൽ ശ്രദ്ധേയമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ പ്രതികരണങ്ങൾ കൊണ്ട് പലപ്പോഴും ജനങ്ങളുടെ കയ്യടി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റുണ്ട്. KM ഷാജഹാൻ കഴിഞ്ഞ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ഏറ്റവും ഒരു തിളക്കമാർന്ന സ്റ്റാറായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇത്തരമൊരു സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത് ഈ പിണറായി വിജയന്റെ മണ്ടത്തരമല്ല. ഇത് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഈ പിണറായി വിജയന്റെ ഓഫീസിലെ ഒരു ഉന്നതനാണ് തനിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ശശിക്കെതിരെ ഉന്നം വെച്ചിട്ടുണ്ട് KM ഷാജഹാൻ. അപ്പോൾ പിണറായി വിജയന്റെ ഓഫീസിലെ ഉന്നതർ ഒരുക്കിയ ഒരു ചതിക്കുഴിയാണ് എങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ കാട്ടിയ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ ഏറെ പരിചിതനായ KM ഷാജഹാനെ വീണ്ടും ഒരു മെഗാസ്റ്റാറായി അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ KM ഷാജഹാന് കിട്ടിയ ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിലെ കടുത്ത പരാമർശങ്ങൾ, ആക്രമണങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവം, ഇതൊക്കെ കൂടി കണ്ട് കുറച്ചു പേരെങ്കിലും പുള്ളിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പുള്ളിയെ KM ഷാജഹാൻ വളരെ ഒരു അജിറ്റേറ്റിംഗ് ക്യാരക്ടറാണോ, എന്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഓവർ പ്രതികരണമാണോ എന്നൊക്കെ ഒരു കൗതുകത്തോടെ നോക്കുന്നവർ, അല്ലെങ്കിൽ സംശയത്തോടെ കാണുന്നവർ, KM ഷാജഹാനെ വിമർശിക്കുന്നവർ ഒക്കെ ഉണ്ട്. ഇത്ര വേണോ എന്നൊക്കെ അവർക്കൊക്കെ മുന്നിലേക്ക് KM ഷാജഹാൻ ആരാണ് എന്നുള്ളൊരു വലിയ വിഷയം ഇട്ടുകൊടുത്തു ഈ സർക്കാർ. അപ്പോൾ കേരളം പൊതുവെ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം നിലപാടുകളിലൂന്നി അതിശക്തമായി തന്നെ നിലപാട് പ്രഖ്യാപിക്കുന്ന ആളാണ് എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഇവിടെ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന ചോദ്യം പരസ്പരം ആളുകൾ ചോദിച്ചപ്പോൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ഉള്ളറകൾ തിരഞ്ഞപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇദ്ദേഹം ഒരു നിലപാടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്ക് ചിലപ്പോൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തു തന്നെയായാലും അദ്ദേഹം ഒരു നിലപാട് തറയിലൂന്നി തൻ്റെ നിലപാടിലൂടെ മുന്നോട്ട് പോകുന്ന ആളാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ വരും നാളുകളിലുള്ള പ്രതികരണങ്ങളുടെ മൂർച്ച കൂട്ടും.
വരുന്ന ആളുകളിൽ താൻ എന്താണ് ഉന്നം വയ്ക്കുന്നത് എന്ന് ഈ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ മാധ്യമങ്ങളോട് ഒരു സൂചന നൽകി. ഞാൻ പുറത്തിറങ്ങിക്കോട്ടെ, പിണറായിയെ കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖഭാവം. അപ്പോൾ പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും ശക്തമായ പല തെളിവുകളും രഹസ്യങ്ങളും അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ മുറിവേൽപ്പിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നിതാന്ത ജാഗ്രതയുണ്ട് പല കാര്യത്തിലും. ഇപ്പോൾ ഒരു പോലീസ് സംഘം ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ പീഡിപ്പിച്ച് സമ്മർദ്ദത്തിലാഴ്ത്തി തിരിച്ചയച്ചു, അല്ലെങ്കിൽ അവിടെ നിന്ന് പുള്ളി രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ KM ഷാജഹാൻ ഇനി അന്വേഷിക്കുന്ന ഒരു പക്ഷേ തന്നെ കൊടുക്കാൻ ശ്രമിച്ചവരാരൊക്കെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെ, അവരെ വേട്ടയാടലായിരിക്കും അദ്ദേഹത്തിന് ഇനി. ഒരുപക്ഷെ നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ CPM ഇത് ഷെയർ ചെയ്തവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിന്റെ ഉറവിടം എവിടെയാണെന്നുള്ള കണ്ടെത്തുക. ഒരുപക്ഷെ KM ഷാജഹാൻ അതിന്റെ ഉറവിടം വരെ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നാണ്. അല്ല, KM ഷാജഹാന്റെ വാക്കുകൾ നമ്മൾ പിന്നീട് ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണങ്ങളിൽ മറ്റു പലരോടുമുള്ള വെളിപ്പെടുത്തലുകളിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് CPMന്റെ ഉള്ളറകളിൽ നിന്നാണ് ഈ കഥ ലഭിച്ചത്. ഞാനൊരു സംഭവം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഞാൻ പല സംഭവങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യാനായി ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു സംഭവം മാത്രമാണ്. ഇതിൽ വ്യക്തികളെ ഞാൻ ഉദ്ദേശിച്ചില്ല, വ്യക്തികളുടെ പേര് പറഞ്ഞില്ല. CPM ജീർണതയ്ക്കെതിരെ കഴിഞ്ഞ കുറേ കാലമായി പോരാടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റു ചില സവിശേഷതകളുണ്ട്. ഇദ്ദേഹം ഒത്തിരി ആളുകളെ പിണക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കാത്തത്. BJP അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. കാരണം BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നയാളാണ്, CPMനെ അതിശക്തമായി വിമർശിക്കുന്നയാളാണ്. അപ്പോൾ ഇരിക്കുന്ന കൊമ്പ് പോലും നോക്കാതെ, ഇരിക്കുന്ന കൊമ്പ് ജീർണിച്ചതാണെങ്കിൽ അത് മുറിച്ച് താഴേക്ക് വീഴാൻ മടിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഏതറ്റം വരെയും ഷാജഹാൻ തന്റെ നിലപാടുകൾക്ക് വേണ്ടി പോരാടും. അദ്ദേഹത്തിന്റെ പ്രകൃതവും നമുക്കറിയാമല്ലോ. KM ഷാജഹാൻ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുമാതിരിപ്പെട്ടവർ കഴിയില്ല, നമുക്കൊന്നും പറ്റത്തില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിലൂന്നി പലപ്പോഴും അദ്ദേഹം തർക്കിക്കാറുമുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ അവതരിപ്പിക്കുന്ന വീഡിയോ കണ്ട് അദ്ദേഹം പറയും, നിങ്ങൾ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ശരിയല്ല, ഞാൻ ഒന്നും തർക്കിക്കാൻ പോകാറില്ല, നിശബ്ദനായി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഗുണമുണ്ട്, അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തർക്കത്തിന് നിന്നില്ലെങ്കിൽ അങ്ങ് നിശബ്ദനായിക്കോളും. അപ്പോൾ അത്തരമൊരു നിശബ്ദതയിൽ പുള്ളി പക്ഷെ തൊട്ടടുത്ത നിമിഷം ഇതങ്ങ് മറക്കും. പുള്ളി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏത് കാര്യത്തിലും അദ്ദേഹത്തിന് നിലപാടൊന്നും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇത്ര ശക്തമായി വിമർശനങ്ങളൊന്നും വേണ്ട, നമുക്ക് ജീവിതം സുരക്ഷിതമായി കൊണ്ടുപോകണ്ടേ എന്നൊക്കെ. പക്ഷെ അതിലൊന്നും അദ്ദേഹം വീഴത്തില്ല. ഓരോ തവണ മുറിവേൽക്കുമ്പോഴും കൂടുതൽ പക്ഷെ അവിടെയും ഈ പറഞ്ഞ സുരക്ഷിതത്തിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യം, കാരണം മുറിവേറ്റ ഒരു മൂർഖനായിട്ട് നമ്മളൊക്കെ പലപ്പോഴും പറയുമ്പോഴും ഇദ്ദേഹം ഇനി ഈ പറഞ്ഞതുപോലെ പിണറായി എന്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ഉള്ളറകളെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ വെട്ടി നിരത്തിയ ഒരു പതിവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എതിരെയായിട്ടുള്ള ചില പോസ്റ്ററുകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലേ? കാലം വേറെയാണ് ഇപ്പോൾ. കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഒരു മോദി സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് വരുന്ന ഒരു വീഴ്ച വലിയ തോതിൽ മുതലെടുക്കാനുള്ള ശ്രമം കേന്ദ്രം നടത്തും. മറുവശത്ത് ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. എല്ലാ സ്ഥലങ്ങളിലും ക്യാമറകൾ, എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷണ സംവിധാനങ്ങൾ, ജനങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണ്. നമ്മളൊരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തലത്തിലുള്ള അവിവേകം ഇത്തരം പാർട്ടികളെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണമാകും. ഇപ്പോൾ ഈ ഭരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു ആർത്തി അധികാരം തുടരുക എന്നതാണ്. അത് ഭരിക്കാൻ പോകുന്നവർക്കും ഭരിക്കുന്നവർക്കുമൊക്കെയുള്ള അധികാരത്വരയാണ്. അപ്പോൾ അധികാരം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി ഇവരാരും അങ്ങനെ അത്ര പെട്ടെന്ന് ചെയ്യത്തില്ല. പിന്നെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നൊരു ബോധവും അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു വിവരക്കേടിന് ശ്രമിക്കത്തില്ല. കാരണം ഇന്ന് വിമർശനങ്ങൾ ഉയർത്താൻ, ആശയങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനുള്ള സമൂഹ മാധ്യമങ്ങളുണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് പ്രതികരിക്കുന്നു. KM ഷാജഹാനെ പോലെയുള്ളവർ അതിശക്തമായി പ്രതികരിക്കുന്നു. മറ്റു ചിലരുടെ പ്രതികരണങ്ങൾ ഷെയർ ചെയ്യുന്നു. ഇനി ഇതിനൊന്നും കഴിയാത്തവർ തങ്ങളുടെ പ്രതിഷേധം കമന്റ് ബോക്സുകളിലേക്ക് പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തലത്തിൽ പ്രതികരിക്കും. നമ്മൾ ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ നേരത്തെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും വലിയ രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിലും
ഈ പറഞ്ഞ സമൂഹം മധ്യേ തന്നെ വെട്ടിയിട്ടവരുടെ അല്ലെങ്കിൽ നിശ്ചലമാക്കിയവരുടെയൊക്കെ ജീവിതചരിത്രം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അന്നും ഈ പറഞ്ഞ ആൾക്കാർ കുറേ നാൾ ജയിലിൽ കയറി സുരക്ഷിതമായിട്ട് നിന്നുകൊണ്ട് ഒരുപക്ഷെ താൽക്കാലികമായിട്ട് അവരെയൊക്കെ ഈ പറഞ്ഞുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. ഇതൊന്നും അപൂർവമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ ഞാനിതിപ്പോൾ ഷാജഹാൻ്റെ കാര്യം പറഞ്ഞു ഇരിക്കുന്നെങ്കിലും ഞാനും സാറിയും ഒക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ജേർണലിസം അല്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വായടപ്പിക്കുക എന്നുള്ള പുതിയ തന്ത്രം അത് പിണറായി സർക്കാർ ഇന്നലെയൊന്നും തുടങ്ങിയത്. ഇതിന് മുന്നേ നമ്മുടെ മുന്നിലുണ്ട് പല സംഭവങ്ങൾ. അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്ന സൈനികർ അവർ ഭയപ്പെട്ടാൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഒരു സൈനികൻ വീണാൽ 100 സൈനികൻ മുന്നോട്ട് വരും. ഒരു നാവ് അരിഞ്ഞാൽ ഒരു 100 നാവ് ഉയർന്നു വരും. അത് ഭരിക്കുന്നവർക്കും ഭരണത്തെ നിയന്ത്രിക്കുന്നവർക്കും ഒക്കെ വ്യക്തമായി അറിയാം. ഒരു നാവും ഇന്നത്തെ കാലത്ത് നമുക്ക് എന്നേക്കുമായി അരിഞ്ഞു കളയാൻ, ഒരു വായും എന്നേക്കുമായി മൂടിക്കെട്ടാൻ കഴിയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ലോകത്തിൻ്റെ പ്രതിഭാസം എടുത്താൽ പല സ്ഥലങ്ങളിലും 1ൽ നിന്ന് 100, 100ൽ നിന്ന് 1000 അങ്ങനെയാണ് അതിൻ്റെ സ്വാഭാവിക പരിണിത പ്രക്രിയ. അപ്പോൾ 1ൽ നിന്ന് 100 ആകണമെങ്കിൽ അതിലൊരു ഊർജം വേണം. അത് പലപ്പോഴും ഏതെങ്കിലും ദുരന്തങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വളരെ അസ്വസ്ഥമാക്കപ്പെടുന്ന വ്യവസ്ഥിതിയിൽ നിന്നോ അസ്വസ്ഥമാക്കപ്പെടുന്ന ഒരു മനസ്സിൽ നിന്നോ ആണ് ഇത്തരം വളർച്ചയുടെ ഘട്ടത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരം നമുക്ക് അങ്ങനെ മുറിച്ചു കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിനെ ബാധിക്കുന്ന തരത്തിൽ, അതായത് CPM ഒരു വേറിട്ട ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. നമുക്കറിയാം, മതവിശ്വാസികളെ ഏകീകരിക്കുന്ന തരത്തിലുള്ള തന്ത്രം. അപ്പോൾ ഒരുപക്ഷെ ഷാജഹാനെ പോലുള്ളവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നതും അതൊക്കെ തന്നെയായിരിക്കും. തിരിച്ച് ശക്തമായി ആഞ്ഞടിക്കുമെന്ന ഷാജഹാന്റെ പ്രസ്താവന അത് ഇനി വരുന്ന നാളുകൾ നമുക്ക് കണ്ടറിയാം. എന്തൊക്കെ ചരിത്ര താളുകളൊക്കെ പുറത്തെറിയാൻ തക്ക രീതിയിലുള്ള വാക്കിൻ്റെ വായുടെ വാളുകൾ, മൂർച്ചയേറിയ വാളുകൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകുന്നു. അതവിടെ നിൽക്കുമ്പോഴും എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് വീഡിയോ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഷാജഹാൻ വീണ്ടും ഉത്സാഹത്തിൽ ഡിജിറ്റൽ മീഡിയയിൽ നിറയട്ടെ. നന്ദി, നമസ്കാരം.